ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഗൈസ്, ഞങ്ങൾ ഇവിടെ ഓഫ് ക്യാമറ കുറേ പ്രോഗ്രാം ഒക്കെ വരുത്തിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ ആണെങ്കിൽ ഒരു ഓട്ടോ സ്മെൽറ്റർ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. ഇവിടെ ആണെങ്കിൽ ഒരു മണ്ടയിലത്തെ ഒരു ചെസ്റ്റിൻ്റെ അകത്താണ് ഗൈസ്. നോക്കുകയാണെങ്കിൽ ഒരു സ്മെൽറ്റ് ചെയ്യാനുള്ള ഐറ്റംസ് ഇട്ടുണ്ട് ഈ ചെസ്റ്റിൻ്റെ അകത്ത്. പിന്നെ ആണെങ്കിൽ ഈ ചെസ്റ്റിൻ്റെ അകത്ത് നമ്മുടെ സാധനം വരും. ഇന്ന മണ്ടയിൽ ചെസ്റ്റിൻ്റെ അകത്ത് നമ്മൾ ഫ്യൂവലിടണം. ഇതിനകത്ത് ഫ്യൂവലിടണം. പിന്നെ ഏറ്റവും താഴെ നമുക്ക് ഒരു സാധനവും കിട്ടും മെൽറ്റായിട്ട്. ഞങ്ങൾ കുറേ നേരം ഇരുന്നാണെങ്കിൽ മൈനൊക്കെ ചെയ്ത് അതിൻ്റെ അകത്തോട്ടാണെങ്കിൽ നമ്മൾ സ്മെൽറ്റോടെ സാധനം വെച്ചിട്ട് ഈ 2 ലീവർ ഇട്ടുകൊണ്ട് വെച്ചാൽ മതി. അപ്പം 40 കൊണ്ട് കുറച്ച് നേരം കഴിയുമ്പോൾ അത് ഞാൻ വന്നുള്ള സ്മെൽറ്റായിട്ട്. നമുക്ക് ഇന്നൊരു ഫിഷ് ഫാം ഉണ്ടാക്കണം. ഫിഷ് ഫാം അല്ല, നമുക്ക് ഫിഷ് ഫാം അല്ല വേണ്ട, അതിൻ്റെ ഫിഷ് മറ്റേ ഒരു ഫാമില്ല കേസ്. അത് നമുക്ക് എൻചാൻമെൻറ്റ് ബുക്സൊക്കെ കിട്ടും. ഫിഷ് ഇല്ല, ഫിഷ് അതിന് ആവശ്യമില്ല കേസ്. പക്ഷെ നമുക്ക് അതിൻ്റെ അകത്ത് ഫിഷും കിട്ടും, കുറേ എൻചാൻമെൻറ്റ് ബുക്സും കിട്ടും കേസ്. പക്ഷേ ആണെങ്കിൽ ചുമ്മാ ഇങ്ങനെ ഇപ്പം നമ്മുടെ ഈ ഒരു താഴത്തെ ഒരു വെള്ളമില്ല, ഇതിൻ്റെ അകത്ത് നമ്മൾ റോഡ് വെച്ച് ഫിഷ് ചെയ്താൽ നമുക്ക് ഫിഷ് സാധനമൊക്കെ കിട്ടും ഗൈസ്. പക്ഷെ ഇനി എന്തുകൊണ്ട് അത് കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആണെന്ന് തോന്നുന്നു ഗൈസ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കാണെങ്കിൽ നമ്മളിപ്പോൾ ആണെങ്കിൽ ഇത് വരുന്നിടം വരെ നോക്കിക്കൊണ്ടിരിക്കണം ഗൈസ്. പിന്നെ ഗൈസ്, ഞാനിവിടെ ഒരു ഓട്ടോമാറ്റിക് മെലൺ ഫാം ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പം ഞാൻ പറഞ്ഞു തന്നിട്ടിരുന്നത് നമ്മളാ ഒരു ഫിഷ് വരുന്നിടം വരെ നോക്കിക്കൊണ്ടിരുന്നിട്ട് അത് വലിക്കണം. പക്ഷേ ഗൈസ്, നമുക്കാണെങ്കിൽ ഇതിൻ്റെ അകത്ത് അതിൻ്റെ ആവശ്യമില്ല ഗൈസ്. ഞാൻ പിന്നെ ഇവിടെ ആയിട്ട് ഇങ്ങനെ ഒരു ഹോള് കൂട്ടാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. ഇവിടെ ഇങ്ങനെ ഓർഗാനിക്കായിട്ടുള്ള ബിൽഡ്സ്, ഫാംസ് ഒക്കെ പണിയാനായിട്ടാണ് ഗൈസ്. ഇവിടെ ഇനി കുറച്ചും കൂടെ നമുക്ക് വലുതാക്കണം ഗൈസ്. നമുക്കിപ്പോൾ ഫിഷ് ഫാം ഉണ്ടാക്കാനായിട്ട് വേണ്ട സാധനങ്ങൾ ഇത്രയൊക്കെയാണ് ഗൈസ്. ഇത്ര സാധനം മതി, സിമ്പിളാണ്. ഈ താഴത്തെ ചെസ്റ്റ് വേണ്ട ഗൈസ്. നമ്മൾ ഈ ഒരു റൂമിൻ്റെ അകത്തോട്ട് ഉണ്ടാക്കും ഗൈസ്. ഗൈസ്, ഇത് ചെറുതാണോ എന്ന് സംശയം. നമുക്കിവിടെ ഒരു ലെയറും കൂടെ കട്ട് ചെയ്ത് കളഞ്ഞേക്കും ഗൈസ്. അവിടെ നിന്ന് ഗൈസ് അത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബിൽഡ് ചെയ്യാൻ തുടങ്ങാം ഗൈസ്. അതിന് വേണ്ടി നമ്മളാണെങ്കിൽ ഒരു 1 2 3 ഓക്കെ ഇവിടെ ആയിട്ട് ജസ്റ്റ് നോക്കുക. എന്നിട്ട് ട്രാപ്പ് ഡോർ വേണം ഗൈസ്. ട്രാപ്പ് ഡോർ 5 വേണം ഗൈസ്. ഇവിടെ ഒരു ട്രാപ്പ് ഡോർ അടച്ചേക്കുക. ഒരെണ്ണം ഇവിടെ, ഒരെണ്ണം ഇവിടെ, പിന്നെ ഒരെണ്ണം ഇപ്പുറത്തേക്ക് ഗൈസ്. അങ്ങോട്ടല്ല നിൽക്കേ, ഞാൻ ടാക്സ് കിട്ടുമല്ലോ. പെട്ടെന്ന് ഇവിടെ ഒരു ഹോളുണ്ടാക്കി അത്ര ഇങ്ങനെ വെച്ചിട്ട് അതൊന്ന് ക്ലോസ് ചെയ്യുക. ഇവിടെയും ട്രാപ്പ് ഡോറില്ലേ, ഒരെണ്ണം കൂടെ ഉണ്ടാക്കട്ടെ. ഞാൻ ട്രാപ്പ് ഡോറും കൂടെ വെച്ചിട്ട് ക്ലോസ് ചെയ്യുക. എന്നിട്ട് 1 2 3 വെച്ചിട്ട് 4 ഉണ്ടാക്കുക. 1 2 3 4. എന്നിട്ട് ഇങ്ങനെ കളയുക. ഗൈസ്, ഞാൻ ഇനി ഇതിൻ്റെ അകത്തൊന്ന് കയറിയിട്ട് ഗൈസ്. എൻ്റെ വാട്ടർ ബക്കറ്റും കയറില്ല, നമുക്ക് ഈ ബ്ലോക്ക് കുട്ടിച്ച് പെട്ടെന്ന് കയറാം ഗൈസ്. ഓക്കെ ഗൈസ്, ഞാൻ ഇവിടെ കയറിയിട്ടുണ്ട് ഗൈസ്. ഇങ്ങനെ ഇതൊക്കെ നമുക്ക് അടച്ചേക്കാം. ഓക്കെ ഗൈസ്, ഞാൻ കയറി വരാനായിട്ട് കുഴിച്ചൊരു ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഓക്കെ, സെറ്റ്. ഇനി ഇവിടെ ആയിട്ട് ഡബിൾ ചെസ്റ്റ് വെക്കണം ഗൈസ്. ഗൈസ്, അത് വെച്ചിട്ടുണ്ട്. അതൊന്ന് നേരെ ആരും ചെസ്റ്റിലോട്ട് വന്നോളൂ ഗൈസ്. ഓക്കെ, സെറ്റ്. എന്നിട്ടൊരു ബ്ലോക്ക് വെക്കുക, റെയിൽ എടുക്കുക, മൈൻ കാർട്ട് എടുക്കുക, റെയിൽ അതിന് മണ്ടയ്ക്ക് വെക്കുക, മൈൻ കാർട്ട് വെക്കുക. ആ ബ്ലോക്ക് കൂട്ടി നമുക്ക് പാടും. എന്നിട്ട് ആ ബ്ലോക്കും റെയിലിൻ്റെ അതിന് എടുക്കുക. എന്നിട്ട് നമ്മൾ കൊടുത്തോടെ എടുക്കും. അങ്ങോട്ട് നിൽക്കുക ഗൈസ്. കറക്റ്റായിട്ട് എൻ്റെ മുകളിൽ അവിടെ തന്നെ. എന്നിട്ട് ഇവിടെ ഒരു ബ്ലോക്കും കൂടെ ഹൈറ്റ് ആക്കുക. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് കയറി പോവുക. എന്നിട്ട് നമ്മൾ ആ ഒരു ലാവ തിരിച്ചെടുക്കുക. അയ്യോ ലാവ ഓപ്സിറ്റിനെ നമ്മൾ മണ്ടപ്പോൾ ലാവ എടുക്കുക ഗൈസ്. ഹോഴ്സ് വന്നിട്ടുണ്ട് ഗൈസ്. ഞാൻ ലാവ എടുത്ത് വന്നിട്ടുണ്ട്. ഈ ഓപ്സൈഡ് നമുക്ക് ഇനി മൈൻഡ് ചെയ്ത് മാറ്റണം ഗൈസ്. മണ്ടത്തരമായിപ്പോൾ ഞാൻ കുഴിയിലോട്ടാണ് ആക്ച്വലി ഇരിക്കുന്നത്. എനിവേസ്, എന്നിട്ട് ഇതെടുത്തിട്ട് അതിൻ്റെ അത്ര വന്നിട്ട് ഗൈസ്. എന്നിട്ട് ഈ ലാവ എടുത്തുകൂടെ ഒഴിക്കണം. എന്നിട്ട് ഇവിടെ ഒരു ബ്ലോക്കും കൂടെ വെച്ചേക്കണം. എന്നിട്ട് നമ്മുടെ ബാനർ എടുക്കണം. എന്നിട്ട് ചെസ്റ്റിൻ്റെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ക്രൗച്ച് ചെയ്തിട്ട് ചെസ്റ്റിലോട്ട് ഇങ്ങനെ വെക്കണം. അപ്പോൾ അതവിടെ ഇരുന്നു. ഇനി പോയി വെള്ളം എടുത്തിട്ടില്ല ഗൈസ്. ഞാൻ വെള്ളം ഇവിടെ ഒഴിച്ചിട്ടായിരുന്നു. ഇവിടെ വെള്ളം ഉണ്ടായിരുന്നു, ഞാൻ മറന്നു പോയി. ഓക്കെ, എന്നിട്ട് ഈ ചെസ്റ്റിനെ ക്രൗച്ച് ചെയ്തിട്ട് ഇങ്ങനെ എന്നിട്ട് ഇവിടെ ഒരു വെള്ളം ഒഴിച്ചേക്കുക. അതേ ഉള്ളൂ. നൗ ഓവർ ഫാം ഈസ് റെഡി ഗൈസ്. കുറേ നേരം ഫിഷ് കിട്ടി, ഇത്രയും കിട്ടി. നമുക്കാണെങ്കിൽ ഒരു ലൂറ് 1 ബ്രേക്കിൻ്റെ ഉള്ള ഒരു ഇത് കിട്ടി.
അത് നോക്കി മെൻറ്റ് ചെയ്യണം ഗൈസ്. ലൂറുള്ളത് വെച്ച് ചെയ്യാം. ഇത് നോക്കി മണ്ട പോയിട്ട് കമ്പൈൻ ചെയ്യണം. പറ്റത്ത ഇനി നമുക്ക് മണ്ട പോയിട്ട് കമ്പൈൻ ചെയ്യണം ഗൈസ്. ഈ ലൂറാകുമ്പോൾ പെട്ടെന്ന് കിട്ടിക്കോളൂല്ലോ. ഇനി നോക്കുന്നുണ്ട് എന്നിട്ട് എൻ്റെ ഇപ്പം ഇരിക്കുന്ന ഫിഷിംഗ് റോഡൊക്കെ കമ്പയർ ചെയ്യാം. അപ്പോൾ അതാണെങ്കിൽ ഈ റോഡത്തൊക്കെ ഇതിപ്പോൾ പെട്ടെന്ന് കിട്ടുന്നുണ്ട്. നമുക്കിനി കുറേ നേരം അവിടെ ഇരുന്ന് ഫിഷ് ചെയ്യണമെങ്കിൽ നമുക്ക് നല്ല രീതിയിലൊരു ബുക്ക് കിട്ടുന്നതും വരെ ഫിഷ് ചെയ്യണം. പക്ഷേ ഇതെങ്ങനെ വർക്കാവുന്നതെന്ന് അറിയത്തില്ല. മീനില്ലാതെ മീൻ കിട്ടും. പിസ്റ്റൺ ഒത്തിരി അടിച്ചോണ്ടിരിക്കുന്നുണ്ട് ഗൈസ്. നമുക്കവിടെ ഒബ്സർവർ വല്ലതും വെക്കണം ഗൈസ്. കയറി പോകണം അതിനൊക്കെ ആയിട്ട് പോയി ഗൈസ്. കുറേ നേരമായി നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, കുറേ മീൻ കിട്ടി. 1.3 ലക്ക് ഓഫ് ദ സീ, ലൂർ 2 മെൻഡിങ്. ഇതുമായിട്ട് കമ്പയർ ചെയ്താൽ നമുക്ക് ലൂർ 3 കിട്ടിയില്ലേ. ലൂർ 3 കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ലൂറ് ഇത് മെൻഡിങ്ങും കിട്ടി. മെൻഡിങ് പക്ഷെ അല്ലാത്തൊക്കെ കുഴപ്പമില്ല ഗൈസ്. ഞാൻ മണ്ണാകുന്നുണ്ട് ഗൈസ്. നമുക്ക് കുറച്ച് വെള്ളം എടുത്തേക്കാം ഗൈസ്. അല്ലെങ്കിൽ വെള്ളമില്ലായിരുന്നു. വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് കമ്പയർ ചെയ്യാം ഗൈസ്. ഇതുമായിട്ട് കമ്പയർ ആവും മറ്റേത്. നോക്കിയിട്ട് ഇതോടെ വെച്ചിട്ട് 9 കോസ്റ്റുകൾ ഗൈസ്. എൻ്റെ 8 കോസ്റ്റുകൾ സരില്ല ഗൈസ്. നമുക്ക് തൽക്കാലത്തേക്ക് ആ ഒരു ഇതില്ലേ സ്പൈഡർ സ്പൂണുണ്ട്, അങ്ങോട്ട് പോയി കുറച്ച് നേരം ഒന്ന് കുറേ നേരം കൊല്ലാം ഗൈസ്. ഓക്കെ ഗൈസ്, കുറച്ച് നേരം നിന്നിട്ടുണ്ട്. നമ്മുടെ ഇപ്പോൾ 28 ലെവലുണ്ട് ഗൈസ്. 28 ലെവൽ എന്തിനടുത്ത് വെച്ച് നോക്കുന്നിട്ട് ഇത് ഇപ്പം തന്നെ ഓൾമോസ്റ്റ് മെൻഡായിട്ടുണ്ടല്ലോ ഗൈസ്. എന്തായാലും ഗൈസ് നോക്കി ഇതും കൂടെ വെച്ച് മെൻഡ് ചെയ്തൊക്കെ പുതിയ റൂട്ടായിട്ടുണ്ട് ഗൈസ്. നമുക്കിത് വെച്ച് പോയിട്ട് നമുക്ക് ഫിഷ് ചെയ്യാം ഗൈസ്. ഗൈസ് ഞാൻ കുറേ നേരം ഇരുന്ന് ഫിഷ് ചെയ്ത് ഇത്രയും ഫിഷും പിന്നെ 3 ബോണും ഒരു നെയിം ടാഗും ഒരു ബുക്കും കിട്ടിയിട്ടുണ്ട് ഗൈസ്. ആ ബുക്കെന്ന് വെച്ചാൽ അതാണെങ്കിൽ ഫോർച്യൂൺ 3 1.3 ആണ് ഗൈസ്. പിന്നെ ഒരു പവർ 4ൻ്റെ ബോയും കിട്ടി ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ടാറ്റാ.